എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇൻട്രോ കണ്ടപ്പോഴേക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് ഈ പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പെരുന്നാൾ അടുപ്പിച്ച് നമ്മളുടെ റിസ്വാനും സുൽത്താനും ഒക്കെ ഇൻഷാല്ലാ വരുമെന്ന്. അങ്ങനെ ഇപ്പം ഇന്ന് അവർ വരികയാണ്. ഇപ്പം രാത്രിയാണ് കേട്ടോ. അപ്പം അവർ വഴിയിൽ നിന്നാണ് അവർ നോമ്പ് ഉറപ്പൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഫാബി മോളും സൽമാനുമാണ് ഇപ്രാവശ്യം അവരെ വിളിക്കാനായിട്ട് പോണത്. കാരണം എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അതിനിടയിൽ നമ്മൾ ധൃതിപ്പെട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, നോമ്പും കൂടിയല്ലേ. അങ്ങനെ ഇപ്പം ഇവർ പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോണത്. അപ്പം മറ്റവരാണെങ്കിൽ അവിടെ നിന്നേ വിളിക്കുന്നുണ്ടായിരുന്നു സനമോളെ കൊണ്ടുവരണം എയർപോർട്ടിലെന്ന്. ഇവർ ശരിക്കും ബസ്സിൽ വരാനാണ് മുൻപ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇവർക്കപ്പം ടിക്കറ്റിൻ്റെ എന്താ അസൗകര്യവും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ ഫ്ലൈറ്റിലാണ് അവർ വരുന്നത്. അപ്പം രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ അവർക്കും അതായത് നമ്മുടെ റിസ്വാനും ഒരു കംഫർട്ടാണ് സുൽത്താൻ കൂടെ ഉള്ളത്. അവിടെ ഇവരെ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഇതാ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റവരെടുത്തിരിക്കാനോ അറിയോ? ഓർമ്മ ഉണ്ടാ? എന്ത് കഥ പറയണ? ഇരി അവിടെ ഇരി. എങ്ങോട്ട് പോയാൻ? വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സനമോൾക്ക് ഇപ്പം റിച്ചുവിനെയും സുൽത്താനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇതേ കണ്ട അവരുടെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ അവര് പോയ പോലെ തന്നെ പെട്ടെന്ന് അവരെ പിക്ക് ചെയ്തു. വീട്ടിലേക്ക് വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമ്മൾ ഇടയ്ക്ക് കണ്ടിരുന്നുവെങ്കിലും നമ്മൾ മക്കൾ വരുന്ന സമയമാകുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ചുള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് വെള്ളമായിട്ടൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പം ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ ലീവില്ല കേട്ടോ. അപ്പം ഞാനാണ് പറഞ്ഞത് മോനെ പെരുന്നാളിൻ്റെ ടൈമിലെങ്കിലും വേണം എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം അവർ ലീവ് എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം സുൽത്താൻ വർക്ക് അറ്റ് ഹോം കൂടിയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ റിച്ച് മോൻ വന്നു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ എത്ര വളർന്നാലും എനിക്കവൻ എന്നും കുഞ്ഞ് തന്നെയാണ്. അപ്പം ഇവർ ജസ്റ്റ് നോമ്പ് തുറന്ന് ഞാൻ പറഞ്ഞില്ലേ വഴിയിൽ നോമ്പ് തുറക്കാണ് ചെയ്തിരുന്നത്. അല്ലാതെ ഇവർ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തീരെ പോവാത്തത്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാം. കാരണം ഇവര് വല്ലാതെ ആഗ്രഹിച്ചിട്ട് വരുന്നതായിരിക്കുമല്ലോ. അവിടെ തന്നെയുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അല്ലേ. ഞാൻ പറയത്തില്ല ഇവർ ഓരോന്നും ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ. അപ്പൊ എന്തായാലും അവരാഗ്രഹിക്കും വീട്ടിൽ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ റിച്ചുമോൻ സനമോളുടെ ടോയ് ഒക്കെ കൊണ്ട് വരെയാണ്. അത് കാറിൽ കിടന്നതാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടാണല്ലോ ഉമ്മ എന്ന് പറഞ്ഞാണ് സുൽത്താൻ വരുന്നത് തന്നെ. രാവിലെ 9 മണിക്ക് അവിടെ ചെന്ന് കട 10 മണിക്ക് തുറക്കുന്നുള്ളൂ. എന്നിട്ട് അവിടെ കയറി ഇരുന്ന് സൗദിയിൽ വന്നിട്ട് മൈ ഗോഡ് എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് അവിടെ വാങ്ങിച്ചോളൂ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു നന്ദങ്കോട്. സനി ബേബി എന്തേ മിണ്ടാതിരിക്കണേ? ഞാനിങ്ങനെ കൈ വീശി ഡോർ ലോക്ക് ചെയ്യാന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്നോ കണ്ട് ആ വീട് കൊടുല്ല. സനിക്കൊരു സാധനം ഉണ്ട്. ഇതെന്തുവാ? പൈസ ഇടുന്നത്. ഓ ഞാനെന്തോ ചെയ്യാത് വെച്ചിട്ട് അതുകൊണ്ട് സന ഇനി പൈസ എല്ലാം ഇതിന്റെ അകത്ത് ഇടണം കേട്ടാ. വെള്ളാന്നേ ഇത് ഞാൻ ശരി
സനയ്ക്ക് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നേ കൊച്ചാ. കൊച്ചയുടെ സെലക്ഷൻ. ഇതെല്ലാം കൂടി ഇട്ടത് പോയി. These two are together and that is together. ഇത് ഇതിന്റെ പാന്റ്. അപ്പൊ അവര് വന്നു കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന ശേഷം ഞാൻ എന്താ ഭക്ഷണം എടുത്തു. ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ പെരുന്നാളും കൂടി വരെയല്ലേ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കി. ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും മതിയുമ്പോ കഴിക്കാൻ, അത്ര വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സനമോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ സുൽത്താൻ മുമ്പ് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അവക്ക് വാരി കൊടുക്കുകയാണ്. പിന്നെ ഇവര് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന, സത്യം പറഞ്ഞതാ അപ്പോഴേക്ക് അത്താഴത്തിന്റെ ടൈമായി. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് പള്ളിക്ക് നേരം ആയതുകൊണ്ട് പള്ളിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതാ നോക്കിയ സനമോളെ എടുത്തതാ ഇവിടെ കളിപ്പിക്കാൻ കൊണ്ടിരുത്തിയിട്ട് അവൻ കുട്ടക്കകത്ത് കിടന്ന് ഉറങ്ങുവാണ്. സനയ്ക്ക് അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവനെ ഒരു വിധം വിടത്തില്ല കേട്ടോ. അവൾക്കും ഉറക്കമൊക്കെ വളരെ കുറവാണ്. ഞാൻ എപ്പോഴും പറയത്തില്ല. ഇപ്പൊ ദാ റിസ്വ മാറി സുൽത്താനെ പിടിച്ചിരിക്കുകയാണ്. എല്ലാവരെയും അവൾ ആ ബാസ്ക്കറ്റിന്റെ അകത്ത് പിടിച്ച് കയറ്റി ഇരുത്തും കേട്ടോ. എന്നിട്ട് അങ്ങ് കളിക്കണം. അവൾക്ക് ഭയങ്കര സന്തോഷം കൊച്ചാമാര് അവളുടെ കൂടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നതില്. കുഞ്ഞിന്റെ ബാസ്ക്കറ്റിൽ ആരാ ഇരിക്കുന്നേ? അടിക്കണ എന്റെ കുഞ്ഞ്. ബനാന എന്ന് പറഞ്ഞോളൂ. ബനാന ബനാന. വൈകുന്നേരം നോമ്പ് തുറന്ന ശേഷമാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നാളെയാണ് പെരുന്നാൾ എന്നുള്ളത്. അപ്പൊ മറ്റന്നാളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ നിസാറിക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന്. പക്ഷെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഫാബിമോക്ക് വാങ്ങിച്ചു, സൽമാൻ വാങ്ങിച്ചു, സനമോൾക്ക് വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്ക് പറഞ്ഞു എങ്കിൽ പിന്നെ ഇവർക്ക് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് സുലു പറഞ്ഞു വേണ്ട വാപ്പ, അതിന്റെ ആവശ്യമില്ല വാപ്പ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ നിസാറിക്ക പറഞ്ഞു ഇല്ല നിങ്ങൾ റെഡിയായി ഇറങ്ങ്, നമുക്ക് പോയി നോക്കി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു. നിസാറിക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചെയ്യാൻ കേട്ടാ. അങ്ങനെ ഇപ്പം ഇതാ നമ്മള് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കായിട്ട് ഞാൻ ഇപ്രാവശ്യം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്, പുതിയത് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ വലിയൊരു ക്രൈസ് ഇപ്രാവശ്യം അങ്ങനെ തോന്നിയില്ല. പിന്നെ പുതിയത് ഇടണം എന്നല്ലേ ഉള്ളൂ, അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പുതിയത് ഇടണം എന്നല്ല കേട്ടോ, വൃത്തിക്ക് ഇടണം എന്നല്ലേ, അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പം ഇതാ പുറത്തേക്കായിട്ട് പോവുകയാണ്. ഇതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചന മസാല, ചന ചാറ്റ് മസാല, ചന. അപ്പൊ ഇവര് ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് സുലുവും റിച്ചുവും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാം, അവിടെ നിന്ന് എടുക്കണോ അപ്പാന്ന് പറഞ്ഞപ്പോഴേക്കും ഇൻസാറിക്ക് പറഞ്ഞു വേണ്ട അവിടെ നിന്ന് എടുക്കണ്ട, ഇവിടെ വന്നാൽ മതി, ഞാൻ എടുത്തു തരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഈ സുൽത്താനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെ കുറച്ച് ഷോൾഡറിൽ നിന്നൊക്കെ ഇറങ്ങി അവരെ കൈയിരിക്കണത് ഇങ്ങനെ ഷോൾഡറിന്റെ താഴെയാണ്, ആ ടൈപ്പൊക്കെയാണ് എടുക്കണത് കേട്ടോ. ഇപ്രാവശ്യം എന്തോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിവിടെ വീടിനടുത്ത് തന്നെയാണിത്. അപ്പം അങ്ങനെ പിന്നെ അവിടെ വന്നിട്ട് അപ്പം ഇവർക്ക് ആവശ്യമുള്ളത് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഇപ്പം അവിടെ വന്നിട്ട് അവരെ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനിടയിൽ ഞാനിങ്ങനെ എത്ര നമ്മൾ ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പം നല്ല രസമാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കാനും. വാങ്ങിക്കാൻ ഇഷ്ടമില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും. പക്ഷെ ആൺപിള്ളേരുടെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അവർക്കൊക്കെ ഇതുപോലെ ടീഷർട്ട്, ഷർട്ട് അങ്ങനെ വലിയ ഒരിതൊന്നുമില്ല. പക്ഷെ ഈ പിള്ളേരാണെങ്കിൽ എങ്ങനെയാണെന്നറിയാം, ഉമ്മ ഇത് കൊള്ളാവോ, ഉമ്മ ഇത് കൊള്ളാവോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുമോനെ. അവനവൻ ധരിക്കണത് അവനവന് കംഫർട്ടായിട്ടുള്ളതായിരിക്കണം. മറ്റുള്ളവർ കണ്ടിട്ട് എന്ത് പറയണം എന്നുള്ളതിലല്ല കാര്യം, നിനക്കത് ഇഷ്ടപ്പെട്ടാൽ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. അങ്ങനെ അവർക്കുള്ള ഡ്രസ്സെല്ലാം നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നിസാറിക്കാക്ക് 1-2 ഷർട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യും. നിസാറിക്കാക്ക് ഷർട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ സനമോൾക്ക് ഇതേ ഒരു കൂട്ടുകാരിയെ കിട്ടി. എവിടെ ചെന്നാലും ഇങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം അവളിങ്ങനെ നടക്കുന്നുണ്ട്, കാരണം ഒരുപാട് സ്ഥലമുണ്ടല്ലോ നടക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഷൂസ് കണ്ടപ്പോഴേക്കും ഞാൻ അത് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് കേട്ടോ. പിന്നെ ആളിതാ ബെല്ലും ബ്രേക്കും ഇല്ലാത്തതുപോലെ നടക്കുവാണ്, നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കാല് കുറച്ച് വലിപ്പമുള്ളതുപോലെ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇതെടുക്കാൻ, വരുന്നവർക്കൊക്കെ ഇതാ കാണുന്നവർക്ക് ഉമ്മ കൊടുത്തോണ്ട് നടക്കുവാണ് നമ്മുടെ സനമോള്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാ കാലിന്ന് ഷൂസ് ഊരനില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇനിയിപ്പം ടാഗ് വില അടിക്കാനായിട്ട് പോവുകയാണ്. ഇതാ കണ്ടോ, അവള് ഊരുന്നില്ല.
അപ്പോൾ അങ്ങനെ എന്തായാലും അവൾക്ക് പാകത്തിനുള്ളത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അത് തന്നെ വലിയ സന്തോഷം. കാരണം ഇങ്ങനെ കുട്ടികളുടെ ആ ഒരു കറക്റ്റ് അളവിന് കിട്ടാൻ പാടാണ്. ഇതേ കണ്ട തുണികളെല്ലാം ഇവർക്കുള്ളതൊക്കെ എടുത്തു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വലിയ കടകളിൽ കയറി വാങ്ങിക്കുമ്പം അവര് നമുക്ക് ബാഗൊന്നും തരില്ല. അപ്പൊ അവരെ പോലെ തന്നെയാണ് ഞാനും. എനിക്ക് നാണമൊന്നുമില്ല, ഞാനും ഇതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന സാധനം കൈ കൊണ്ടങ്ങ് പോകും, അത്ര തന്നെ. അല്ലാതെ പിന്നെ എന്ത് പറയാൻ. അപ്പൊ അവരങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവണം. പക്ഷെ എന്നെ പോലെ എല്ലാവരും ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഒരുപാട് പേര് പ്രതികരിക്കുമ്പോഴേ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ വിയോജിക്കണോ എന്നൊന്ന് പറയണം കേട്ടാ. ചെറിയ കടകളിൽ പോയി നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു നോക്കൂ, അവർ അന്തസ്സായിട്ട് ഒരു കവറിലിട്ട് തന്നെ തരും. ആ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ പറഞ്ഞതാ നമ്മൾ വീട്ടിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരിക്കാണ് കേട്ടോ. കാരണം നാളെ ഇനിയിപ്പോൾ പെരുന്നാളല്ലേ. അപ്പം ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നാളത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലെ വലുതായിട്ട് ഉറങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടേ. പിന്നെ പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഇവരെല്ലാവരും കൂടി വന്നിരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അവർ പള്ളിയിൽ പോയി. പിന്നെ 10:30 ആയപ്പോഴേക്കും സാറിക്കത് ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പം ഇവരെല്ലാവരുടെ അടുത്തും റെഡിയായി പാക്ക് ചെയ്തൊക്കെ വരാനുള്ള ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അതിനനുസരിച്ച് എല്ലാവരും റെഡിയായി ഇതാ താഴെ വന്നു. അപ്പം ഈ എല്ലാവരും ഒത്തുകൂടുമ്പോഴാണല്ല കുടുംബം ഇമ്പമുള്ളതാകുന്നത് അല്ലേ? കുടുംബം എന്ത് പറയുന്നത്, കുടുംബം ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം, ശരിയല്ലേ? അങ്ങനെ ഇപ്പം ദാ ഇറങ്ങുന്നു. ഇപ്പം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ കാലാവസ്ഥ. എനിക്കൊന്ന് മഴ പെയ്യാനുള്ള ഒരു ഇതൊക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ മഴക്കോളൊന്നുമില്ല, നല്ല ചൂട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? പെരുന്നാളൊക്കെ എങ്ങനെ ഇരുന്ന്? നിങ്ങളുടെ വിശേഷങ്ങളും കൂടി എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ 2 കാറിലായിട്ടാണ് പോണത്. അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒറ്റ കാറിലേക്കുള്ള പോക്ക് നടക്കത്തില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. പലരും നമ്മുടെ അടുത്ത് വിശിത്താ നിങ്ങൾക്ക് എന്താ വലിയ കാർ വാങ്ങിച്ചൂടെ, വലിയതിൽ പോകുന്നതല്ലേ സൗകര്യം എന്നൊക്കെ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ലേ പോണത്. ഇവരൊക്കെ വല്ലപ്പോഴും വരുന്ന ആൾക്കാരാണ്. അവരെ കരുതിയിട്ട് നമ്മൾ വലിയ വണ്ടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൻ്റെ നടയിൽ ഇട്ട് ഓടിക്കാതെ ഇടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പം റോഡിലൂടെ വന്ന് ആസ് യൂഷ്വൽ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. എന്ത് അവധിയാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെയുള്ള തിരക്കായിരിക്കും. അപ്പോൾ ഇതാ പോകുന്ന വഴിയിലൊക്കെ നല്ല രസമാണ് കേട്ടോ. റോഡൊക്കെ കാണാൻ അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെക്കാളും സന്തോഷം കൂടുതൽ സനമോൾക്കാണ്. കാരണം കൊച്ചമാരെല്ലാവരും ഉണ്ട്. അവൾക്കിപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഒക്കെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്ര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ ബോട്ടിലൊക്കെ കയറിയിട്ട് വേണം പോകാനുള്ളത്. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ലഗേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ആൾക്കാർ നമ്മൾ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ലഗേജ് എടുക്കാനായിട്ട്. ഇതെൻ്റെ സനമോളുടെ തൊപ്പിയും ഇതുപോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര സന്തോഷം കേട്ടോ. സാധാരണഗതിയിൽ അതിനെ വലിച്ചൂരുന്നതാണ്. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ അത് കാരണം എന്താ കണ്ട അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് എന്നുള്ള മട്ടായിരിക്കാം ചിലപ്പോൾ അവളുടെ ഉള്ളിൽ. കണ്ട ഊരുന്നേ ഇല്ലേ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ദേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം ആ ടൈപ്പിലുള്ള ഇവരിൽ 1-2 പേരൊക്കെ ആ ടൈപ്പിലെ ഷൂസും കാര്യമൊക്കെ എടുത്ത്. ഇതിന്റെ രസം വേറൊന്നുമല്ല കേട്ടാ. എല്ലാവരും അവനവൻ്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്ത് കേട്ടാ. ഇവിടെ വന്ന് കാറിൽ നിന്ന് എടുത്തു വെക്കാൻ നോക്കുമ്പോഴാണ് നമ്മളുടെ റിച്ചു മോൻ്റെത് ഇതിൽ മിസ്സിങ്. അപ്പോഴാണ് റിച്ചു ഭാബി എടുത്തില്ലേ, ഇക്ക എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അവൻ എടുക്കാൻ മറന്നുപോയി. എല്ലാം റെഡിയാക്കി താഴത്തെ നിലയിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചങ്ങ് മറന്നുപോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, ഇവരെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറി. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ തന്നു, അതൊക്കെ ഇട്ടു. സനപ്പോൾ ദേഹത്തെ വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവളുടെ ഫസ്റ്റ് ടൈം ഉള്ള ഇതുപോലെ പ്രത്യേകിച്ച് ബോട്ടിലൊക്കെ ഉള്ള യാത്രയാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം. അപ്പം അവള് ഇങ്ങനെ ചാടി എൻ്റെ കയ്യിൽ നിന്ന് നിസാറിക്കടുത്ത് പോകുന്നുണ്ട്, നിസാറിക്കടേന്ന് ഭാബിയുടെ അടുത്തിരിക്കുന്നുണ്ട് ഒക്കെയാണ്. കായലിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. പിന്നെ കായലിലൂടെയുള്ള യാത്രയാണെങ്കിൽ നല്ല എല്ലാം കാറ്റടിക്കുന്നു, എങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ആ ചൂടിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം
ആ ഒരു ചെറിയ ഇളം കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, റിസോർട്ടാണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ, കാണാനൊക്കെ നല്ല ആംബിയൻസും കാര്യങ്ങളുമാണ്. ബോട്ടിലിരുന്ന് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ദേ അവിടെ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കടലാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. പൂവാറിൽ വന്നിട്ടുള്ള എത്ര പേരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പെരുന്നാളിന് എല്ലാവരും കൂടുമ്പോഴേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പല 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 അഭിപ്രായങ്ങൾ വന്നായിരുന്നു. സൽമാൻ പറഞ്ഞു സൽമാൻ അങ്ങ് മൂന്നാർ അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഷോർട്ട് ടൈമിലൊന്നും നമ്മൾ അത്ര ദൂരമൊക്കെ പോയിട്ട് അതൊരു സുഖം ഉണ്ടാകത്തില്ല സൽമാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സൽമാൻ ആയാലും ഡ്യൂട്ടിക്ക് പോകണം, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് പിള്ളേർക്ക് പോകുന്ന ടൈമാവും, അതൊരു സുഖമില്ല. അങ്ങനെ ഇപ്പം എന്താ നമ്മളിപ്പം ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും ഉള്ളപ്പം നമുക്ക് തൊട്ടടുത്തൊക്കെ ഉള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ വരുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പം പറഞ്ഞു കേട്ടപ്പം അടിപൊളിയാണെന്ന് മനസ്സിലായി. പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഉള്ളൊരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിരിക്കട്ടെ, ഞാൻ ഇവിടത്തെ ഞങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പെരുന്നാളൊക്കെ എങ്ങനെ ഇരുന്നു? മക്കളെല്ലാവരും വന്നോ? നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയോ? നിങ്ങളുടെ വിശേഷങ്ങളും കൂടി ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ വായിക്കും. അപ്പോൾ എല്ലാവരും തിരക്കാണെന്നൊക്കെ എനിക്കറിയാം. പെരുന്നാളൊക്കെ കൂടിയിട്ട് എല്ലാവരും തളർന്നിരിക്കുന്ന ടൈമാണെന്നും എല്ലാം എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്കറിയണം കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഇനി അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.